ആഭ്യന്തര ക്രിക്കറ്റിൽ അർദ്ധശതകങ്ങളെ ഒരു പുഷ്പം പറിക്കുന്നത് പോലെ അനായാസമായി സെഞ്ചുറികളിലേക്കും അവിടെ നിന്ന് ഇരട്ട സെഞ്ചുറികളിലേക്കും അതിൽ നിന്നും ട്രിപ്പിൾ സെഞ്ചുറിയിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ അസാമാന്യ മിടുക്ക് കാണിക്കാറുണ്ടായിരുന്ന ലക്ഷ്മൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 73 തവണ അർദ്ധശതകം പിന്നിട്ടപ്പോൾ അതിൽ 17 തവണ മാത്രമേ അത് സെഞ്ചുറിയിലേക്ക് എത്തിക്കാൻ പറ്റിയുള്ളൂ എന്നത് ഒരിക്കലും ആ പ്രതിഭയുടെ കുറവായിരുന്നില്ല. മറിച്ച് 5ാം പോസ്റ്റിലും 6ാം പോസ്റ്റിലും ഇറങ്ങുന്നതിനിടെ റൺസ് മല തീർത്ത ഇന്നിംഗ്സിൽ അയാൾക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും കൂട്ടത്തകർച്ച നേരിടുമ്പോൾ വാലറ്റക്കാരുടെ നിസ്സഹായത മറുതലക്കൽ നിന്ന് കണ്ട് സ്വാഭാവിക ശൈലി മാറ്റേണ്ടി വന്ന ദുര്യോഗവും കൊണ്ടാണ്. ലക്ഷ്മണിന്റെ 17-ൽ 3-4 സെഞ്ചുറികൾ ടോപ്പ് ഓർഡറിലായിരുന്നു എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ അയാളുടെ നഷ്ടങ്ങളുടെ കണക്ക് വീണ്ടും കൂടി വരുന്നത് കാണാം. യഥാർത്ഥത്തിൽ കുറഞ്ഞതൊരു 30 സെഞ്ചുറികളെങ്കിലും നേടേണ്ടിയിരുന്ന ലക്ഷ്മണ് ഈ ടോപ്പ് ഓർഡറിലെ വാലറ്റത്ത് ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറികൾ നേടിയവരിലെ 7ാം മനാകേണ്ടി വന്നത് എന്നത് ഒരു വിധിയാണ്. ഇപ്പോഴും അയാൾ കോച്ചായും പലപ്പോഴും രാഹുൽ ദ്രാവിഡിന് പകരക്കാരനാണ് എന്നത് മറ്റൊരു വിധി. ഇതേ രാഹുൽ ദ്രാവിഡിന് വേണ്ടിയാണ് അദ്ദേഹം